നമസ്കാരം. കേരള ഹൈടെക് ഫാമിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രബിൻ. ഇത് തൃശ്ശൂർ ജില്ലയിൽ വാടാനപ്പള്ളി. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിലാണ് കേട്ടോ. നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി കൂട് കൊണ്ടുവന്നതാണ്. ഒരു 100 കോഴി നിൽക്കുന്ന ഹൈടെക് കോഴിക്കൂടാണ്. അപ്പോൾ അതിൻ്റെ വിശേഷത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ 2 കൂടായിട്ട് നമ്മൾ കൊണ്ടുവന്നത് എന്നുവെച്ചാൽ അടുത്തടുത്ത് തന്നെ വയ്ക്കണം, എന്നാലും ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് വയ്ക്കാം. പിന്നെ അവർക്ക് എവിടേക്കാനും മാറ്റി വയ്ക്കാന്നുണ്ടെങ്കിൽ തന്നെ മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് 2 കൂടായി ചെയ്തുള്ളത്. അത് മാത്രമല്ല, ഒരു കൂട്ടിൽ 2 പാർട്ടീഷൻ ഉണ്ട്. അപ്പോൾ 25 കോഴികൾ ഇടാൻ പറ്റും. ഫ്രണ്ടിലുണ്ട് തീറ്റപ്പാത്രം, അതിന് മുട്ടൂറിൻ്റെ വരുന്ന സംവിധാനമുണ്ട്. അടിയിൽ കൂടെ മുട്ടൂറിൻ്റെ വരും. പിന്നെ ഈ കൂട്ടിൽ അതേപോലെ തന്നെ ഫ്രണ്ടിൽ തീറ്റപ്പാത്രം ഉണ്ട്. ആ തീറ്റപ്പാത്രമൊക്കെ നമുക്ക് എടുത്ത് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. അത് നമ്മൾ ക്ലാമ്പ് സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. വെൽഡഡ് ക്ലാമ്പ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. ഇക്കയുടെ മോനാണ് കേട്ടോ നമുക്ക് ഇതൊക്കെ തുറന്നു തരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, 2 കള്ളി ചെയ്തിട്ടുണ്ട്. ഈ കള്ളിയിൽ നമ്മൾ ചെറിയ കോഴിക്കുട്ടികൾ ഇടാൻ വേണ്ടിയിട്ടാണ് നിപ്പിൾ താത്തി കൊടുത്തുള്ളത്. അപ്പോൾ ചെറുതിനും വലുതിനും വേണം നമുക്ക് ഇടാം. ചെറുത് വലുതാകുമ്പോൾ കുടിക്കാനുള്ള മേലെ 2 നിപ്പിളുണ്ട്, ചെറിയ കുട്ടികൾക്ക് അടിയിൽ 2 നിപ്പിളുണ്ട്. വെള്ളത്തിൻ്റെ നിപ്പിളാണ് കൊടുക്കുന്നത്. പിന്നെ ആ സ്റ്റീൽ പാത്രം വെച്ചുള്ളത് നമുക്ക് ഈ വീട്ടിൽ വേസ്റ്റൊക്കെ വരും. അപ്പോൾ അപൂർവം ചിലർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. കസ്റ്റമർ പറയുമ്പോൾ മാത്രമേ ചെയ്യാറുള്ളൂ. അത് ഈ മീനിൻ്റെ വേസ്റ്റ്, അതുപോലെ കുറച്ച് വീട്ടിൽ വരുന്ന വേസ്റ്റുകളൊക്കെ ഈ പാത്രത്തിലിട്ട് കൊടുത്താൽ അത് എടുത്ത് ക്ലീൻ ചെയ്യാൻ അവർക്ക് സുഖം. മറ്റേ തീറ്റ പാത്രത്തിലാകുമ്പോൾ അത് കുറച്ച് വൃത്തികേടായി മാറും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. പിന്നെ ഇതിന് വേസ്റ്റ് ട്രേ ഉണ്ട്. നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് ട്രേ ആണ്, ഇരുമ്പല്ല. ഇരുമ്പൊക്കെ ഒറ്റ കൊല്ലം കൊണ്ട് തുരുമ്പിടിക്കും. നമ്മൾ വീഡിയോസിലൊക്കെ പറയാറുണ്ട്, ഒറ്റ കൊല്ലം കൊണ്ട് തുരുമ്പിടിച്ച് നശിച്ചു പോകും. ഇതാകുമ്പോൾ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് അവിടെ കിടന്നോളും. നമ്മൾ പണ്ട് ചെയ്തിരുന്ന നമ്മൾ പണ്ട് ഇരുമ്പ ചെയ്തിരുന്ന കേട്ടോ, അത് ഇല്ലയെന്ന് പറയില്ല. ഇരുമ്പ ചെയ്തിരുന്ന അത് തുരുമ്പിടിച്ച് തുടങ്ങിയപ്പോഴാണ് നമ്മളിത് മാറ്റം വരുത്തി തുടങ്ങിയത്. അപ്പോൾ നമ്മൾ പഴയ ചെയ്ത കുറേ കൂടുതൽ നമ്മളിതുമായി തന്നെ അടുത്തുള്ളവർക്ക് നമ്മൾ പോയി മാറ്റി കൊടുക്കാറുണ്ട്. അത് കസ്റ്റമർ വിളിച്ചൊരു പ്ലാസ്റ്റിക് ആക്കെന്ന് പറയുമ്പോൾ ചാർജ് വരും, അത് നമ്മൾ മാറ്റി കൊടുക്കാറൊക്കെ ഉണ്ട്. അതിലേക്കാണ് ഇതിന് നഷ്ടം നമ്മൾ പോയി ചെയ്യാവുന്നത്. നമ്മൾ കേരള ചെയ്യുമ്പോൾ അങ്ങനെ എളുപ്പം നല്ല ചെയ്ത് കൊടുക്കുക. എന്നാലും നമ്മൾ അടുത്തുള്ളതൊക്കെ നമ്മൾ പോയി ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ മെഷ് നമ്മൾ സൈഡ് മെഷ് മുഴുവൻ അരക്കര 10 kg മെഷ് യൂസ് ചെയ്തുള്ളത്. അടിയിൽ നമ്മൾ ടാറ്റയുടെ മെഷാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പ്രൊട്ടക്ഷൻ മെഷ് 1:1 മെഷാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ വീട് പോലെയാണ് കൂടി ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഹെവി മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു 3-4 പേര് പിടിച്ചാലൊക്കെ നമുക്ക് നീക്കിക്കാൻ തന്നെ പറ്റുള്ളൂ. അത്രയും ക്വാളിറ്റിയിലാണ് ചെയ്തുള്ളൂ കേട്ടോ. അത് എന്താ പറയുക, കൂട് കാണുന്നവർക്ക് അറിയാൻ പറ്റും, വന്ന് കാണുന്നവർക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. അത്രയും ക്വാളിറ്റിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമുക്ക് ഈ സ്പേസിൽ നിന്ന് മാറ്റി വയ്ക്കാൻ തന്നെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. വേറെ സ്ഥലത്തേക്ക് മാറ്റണമെങ്കിൽ മാറ്റാം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് അടുത്തടുത്ത് തന്നെ 2 കള്ളിയായിട്ട് ചെയ്യുള്ളത്. അല്ലെങ്കിൽ നമ്മൾ 100 കോഴിയുടെ കൂട് നമ്മൾ ഒറ്റക്കൂടായിട്ട് ചെയ്യാറുണ്ട്. 4 കള്ളിയായിട്ട് ഒറ്റക്കൂടായി ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് വെച്ചാൽ ഇതിപ്പോൾ ഇവർക്ക് ഈ സ്പേസ് സിമിലർ യൂസ് ചെയ്യാൻ പറ്റും. മറ്റേതാകുമ്പോൾ ഈ മുന്നോട്ടേക്ക് വരും, 2 സൈഡിലേക്കാണ് തീറ്റപ്പാത്രം വരിക. അപ്പോൾ അത്രയും ഏരിയ നമുക്ക് കവർ ചെയ്ത് പോകും. നീളനെ ആകുമ്പോൾ ഇവർക്ക് ആ ഒരു അവരുടെ മതിലിനോട് ചേർന്നിട്ട് തന്നെ വെക്കാനും പറ്റുന്നുണ്ട്. ക്ലീൻ ആക്കാനൊക്കെ സൗകര്യമാണ്. പിന്നെ ഞാൻ പറയാറുണ്ട്, ഓരോരുത്തർക്കൊട്ട് താല്പര്യത്തിനനുസരിച്ച് നമുക്ക് ഏത് ടൈപ്പിലൂടെ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇത്ര വ്യത്യാസമൊന്നുമില്ല. എല്ലാവർക്കും ഒരേ മോഡൽ വേണമെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പലർക്കും പല മോഡലല്ലോ പറയാം. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കാറുമുണ്ട്. പിന്നെ ഇതിന് പെയിൻ്റ് അടിച്ചുള്ളത് എപ്പോക്സി പ്രൈമറാണ് അടിച്ചുള്ളത്. അതിപ്പോൾ 2 കോട്ടിന് മേലെ കയറ്റിയിട്ടുണ്ട്. അതിൽ വേറെ ഒന്നല്ല, നമുക്ക് അഡ്വാൻസ് ചെയ്തിട്ട് ഒരു 1-2 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ കൂട് കൊണ്ടുവന്ന് ഡെലിവറി കൊടുക്കുന്നത്. വേറെ നല്ല ആൾ പറഞ്ഞു നമ്മളോട് തിരക്കൂട്ടണ്ട, പതുക്കെ ചെയ്താൽ മതി, ആൾ വരുന്നതിനനുസരിച്ച് ആ ടൈമിൽ കൊണ്ടുവന്നാൽ മതി പറഞ്ഞു. അപ്പോൾ നമ്മളത് ആൾ വരുന്ന ടൈം നോക്കിയിട്ട് ചെയ്ത് വെച്ചു. എന്നാലും ചെറിയ ഡിലേ വന്നു കേട്ടോ. വെച്ചാൽ അത് നമ്മൾ മിസ്റ്റേക്കാണ്. ആ ടൈമിൽ മഴയും പെയ്തു. ആൾ വന്ന ടൈം ആകുമ്പോഴേക്കും നമുക്ക് ഇവിടെ നല്ല തിരക്കുള്ള ടൈമുമായി. പിന്നെ മഴയും പെയ്ത് ഓടിയിട്ട് നമുക്ക് വരാൻ കുറച്ചുകൂടി ഡിലേ വന്നു. എന്നാലും നമുക്ക് അവിടെ ക്ലിയർ ആയിട്ട് എത്തിച്ചു കൊടുക്കാൻ പറ്റി. അല്ലാണ്ട് ലേറ്റ് ആവുകൊണ്ട് എത്തിച്ചു കൊടുക്കാൻ പറ്റി. ഇവിടെ നല്ല മഴ, മലപ്പുറത്ത് മഴയുണ്ടായിരുന്നില്ല. അപ്പോൾ ആൾക്ക് വിളിക്കും തന്നെ, ഞാൻ പറയൊക്കെ ഇവിടെ നിന്ന് മഴയാണ്, പുലർച്ചെ നമ്മൾ ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഇവിടെ മഴയാവും. അപ്പോൾ നമുക്ക് പാക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ മെനക്കെടാവുമ്പോൾ നമ്മൾ വിളിച്ചു പറയും ഇന്നില്ല നാളെ. അങ്ങനെ ചെറിയ ഡിലേ വന്നു. യൂണിവേഴ്സിറ്റിയാണ് കേട്ടത്. അപ്പോൾ ആള് നല്ല ക്യാരക്ടറായിരുന്നു. നമുക്ക് വെച്ചാൽ അങ്ങനെയുള്ള കസ്റ്റമർ ആകുമ്പോൾ നമുക്ക് സൗകര്യം വെച്ചാൽ
ചിലരുണ്ട് നമുക്ക് വിളിച്ച അപ്പയ്ക്ക് അപ്പ കൂട് കിട്ടണം എന്ന് പറയാം. അപ്പോൾ നമുക്കത് നമ്മൾ ചില അധികം അങ്ങനെ ഉണ്ടാക്കി വെക്കാറില്ല. ഓരോരുത്തർക്കുള്ള ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കുള്ളൂ. ചില പലരും പല സൈസും മോഡലും പറയുന്ന കാരണം നമുക്ക് ഉണ്ടാക്കി വെക്കാൻ നമ്മൾ ഹൈവേയിലാണ് വർക്ക്ഷോപ്പൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്കത് അങ്ങനെ ഒരുപാട് കൂട് ഉണ്ടാക്കി വെക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കി വെക്കൽ കുറവാണ്. പിന്നെ ഇതാവുമ്പോൾ നമുക്ക് ഞാൻ ഇക്കൊക്കെ നമ്മളെ വീഡിയോ നമ്മൾ സ്ഥിരം കാണാറുള്ള ഇക്ക പറഞ്ഞതിനോട് തരക്കൂട്ടി ചെയ്യേണ്ട, നല്ല വൃത്തിയായിട്ട് നല്ല ഇതിൽ ചെയ്തോളോ, നല്ല ക്വാളിറ്റിയിൽ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും നല്ല റിസ്ക് എടുത്തിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. നല്ല നമുക്ക് സമാധാനമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് വർക്ക്. എനിക്ക് നല്ല തൃപ്തിയായിട്ടുണ്ട് കേട്ടോ വർക്കിന്. പിന്നെ ഞങ്ങളവിടെ ചെന്ന് ഞങ്ങൾക്ക് ഒക്കെ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി വെച്ച് ഞങ്ങളെല്ലാം കഴിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഫാമിലി മൊത്തം നല്ല കമ്പനി ആയിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു ഫാമിലിയാണ് കേട്ടോ. നമ്മൾ വർക്ക് ഞാൻ പറയാറുണ്ടല്ലോ, നമ്മൾ പോകുമ്പോൾ നമ്മൾ ആ ഏരിയ മൊത്തം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഫാമിലിയാണ്. പിന്നെ മോനായാലും നല്ല ആക്റ്റീവാണ്. ഇക്കടെ മോൻ നല്ല ആക്റ്റീവ്. അവന് വന്നിട്ട് നമുക്ക് എല്ലാതും എന്താ പറയുക കൂട് തുറന്ന് കാണിച്ചിലും കാര്യങ്ങളൊക്കെ ചെയ്ത് വീഡിയോ എടുക്കുന്ന ടൈമിൽ. അപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളി കൂട് നമുക്ക് കൂടെ ചെയ്ത് വെക്കാൻ പറ്റി. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും ആവശ്യം എന്തെങ്കിലും സംശയം കമൻറ്റ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.